ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിലെ മറ്റൊരു ദിവസം. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം, നമുക്ക് വേണമെങ്കിൽ ഡിന്നറിനാണെങ്കിലും ചെയ്യാം. ബട്ടൂര ഇഷ്ടമല്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പോൾ LN വ്ളോഗ്സിൽ ഇതിന് മുന്നേ ഒരു ബട്ടൂര കാണിച്ചിട്ടുണ്ട്. ഇത് അതിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളൊരു ബട്ടൂര. ഇത് വളരെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഒരു 2 കപ്പ് മൈദമാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയാൽ മുട്ടയൊക്കെ ചേർത്ത ബട്ടൂരയാണ് ഇത്. നോ എഗ്, അപ്പോൾ അത് പ്യുവർ വെജിറ്റേറിയൻസിനും കൂടെ പറ്റും. ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് ബട്ടൂര. അതിൻ്റെ കൂടെ ഒരു ചന്ന കുറുമ ചെയ്യാം, കടല കൊണ്ടൊരു കുറുമ. രണ്ടും കൂടെ ആകുമ്പോൾ നല്ല കോംബോ ആണ്. ദേ നോക്കിക്കോളൂ, ഞാൻ തുടങ്ങാൻ പോണു. 2 കപ്പ് മൈദ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ 2 കപ്പ് മൈദ മാവും അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 കപ്പ് റവ, ബോംബെ റവ, സൂചി എന്ന് പറയും, സൂചി റവ, യെസ്. അത് രണ്ടും ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു 1-1.5 ടീസ്പൂൺ പഞ്ചസാര. അത് വേണമെന്ന് നിർബന്ധമില്ല, ചെറിയൊരു മധുരം ഉള്ളത് നല്ലതായിരിക്കും. ഒരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ആകാം. ഇനി ഇതിലേക്ക് ഇവിടെ നടുക്കായിട്ട് ഇതൊരു 1/2 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളവും കൂടി വേണമെങ്കിൽ യൂസ് ചെയ്തിട്ടാണ് കുഴക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അതൊരു സോഫ്റ്റായിട്ടുള്ളൊരു ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ചേർക്കാം. ഒരു 1-1.5 ടീസ്പൂൺ എണ്ണ. അതെ, മാവ് ഇപ്പോൾ ഏതാണ്ട് കറക്റ്റായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒരു 1/2 കപ്പ് എടുത്തു വെച്ചെങ്കിൽ അത്ര ഒഴിക്കേണ്ടി വന്നില്ല, അതിനെക്കാട്ടിലും കുറച്ച് മതി. 1/2 കപ്പ് വേണ്ട, ഒരു 1/4 കപ്പും കുറച്ചുകൂടി. മാവ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇത് ഇൻസ്റ്റൻ്റാണ്, ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒരു കറി ഉണ്ടാക്കാൻ പോകും, അതുകൊണ്ട് കറി ഉണ്ടാക്കുന്നവരെ അത് അവിടെ അടച്ച് വയ്ക്കുന്നു. ചൂടായിട്ട് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് പരിപാടി നമ്മുടെ കടലക്കുറുമ. അപ്പോൾ നമ്മുടെ കടല അഥവാ ചന്ന വെള്ളക്കടലയാണ് കേട്ടോ, അത് വെച്ചിട്ടുള്ള കുറുമ എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് തുടങ്ങാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 3 കാര്യങ്ങളും കുറച്ച് തൈരും കൂടി ചേർത്തിട്ടൊന്ന് അരച്ച് വയ്ക്കാം. കിഴ പേസ്റ്റായില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് ചെറുതായിട്ടൊന്ന് അരയ്ക്കാം. അപ്പോൾ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവില്ല, അത് കാരണം വലിപ്പമേ ഉള്ളൂ, എരിവ് കുറവ്. എരിവുള്ളത് നോക്കിയിട്ട് എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇത് നോക്കിയാൽ വലിയ പച്ചമുളകാണ്, ഞാനിങ്ങനെ മുറിച്ചിടുക. പിന്നെ ഒരു 6 വെളുത്തുള്ളി വലിയ അല്ലി, പിന്നെ ഒരു സ്ക്വയർ കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് പീസസ് ആയിട്ട് മാറ്റി. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ എന്ന് വെച്ചോളൂ, അത്രയും തൈരും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. ഓൾമോസ്റ്റ് എ പേസ്റ്റ്, ഫൈൻ പേസ്റ്റ് നിർബന്ധമില്ല, ആണെങ്കിലും കുഴപ്പമില്ല. എരിവില്ലാതെ ഞാൻ പറഞ്ഞെങ്കിലും അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. ഈ ഒരു കണ്ടീഷനിൽ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി അരച്ച് വയ്ക്കാം. ദാറ്റ് ഈസ് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 25 ഗ്രാമോളം അണ്ടിപ്പരിപ്പ് ഞാൻ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നല്ല കുതിർത്തിരിക്കുവാണ്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കാം. ഇനി തേങ്ങ ഇല്ലാത്ത സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, തേങ്ങ ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ കുറുമ എന്നൊക്കെ പറയുമ്പോൾ either തേങ്ങാപ്പാലോ തേങ്ങയോ, അല്ലെങ്കിൽ പിന്നെ പാല്, സാധാരണ പാലായാലും മതി. മിൽക്ക് പൗഡറാകാം, പാലാകാം, അങ്ങനത്തെ എന്തെങ്കിലും ചേർക്കാൻ വേണമെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ക്രീം ചേർക്കാം, അങ്ങനെയൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിപ്പോൾ 1/2 കപ്പ് തേങ്ങയും 25 ഗ്രാം അണ്ടിപ്പരിപ്പ് കുതിർത്തത്, ഇതും കൂടി ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം. ഈ 3 കാര്യങ്ങൾ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ്, തേങ്ങ, പെരുംജീരകം. ഇവിടെ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ട്, കൊടുമൂളി പരിസരത്തുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ അരപ്പ്. പ്രധാനപ്പെട്ട കാര്യം തേങ്ങ, പെരുംജീരകം ആൻഡ് കാഷ്യൂ. മസാലയുടെയൊക്കെ വേണോ, ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഇനി ഒരു സവാള വലുതാണെങ്കിൽ ഒരു വലുതും ഒരു ചെറുതും കൂടി ആയിരിക്കും.
അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സവാളയും കട്ട് ചെയ്ത് വെച്ചു, ഒരു വലുതും ഒരു ചെറുതും. ഇനി നമ്മൾ തീപ്പെട്ടി അടുപ്പ് കത്തിച്ചു. ഇനി പാത്രം ചൂടായിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് പട്ടയുടെ ചെറിയ 2-3 പീസും ബേ ലീഫ് അതും കൂടി ഇടാം. അതാണ് ആദ്യത്തെ പരിപാടി. പാത്രം ചൂടായി. ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം, 1.5 മുതൽ 2. എണ്ണയെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്ര ചേർക്കണം എന്നുള്ളത്. പക്ഷേ കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ എളുപ്പമാണ് വയറ്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഹെൽത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ എണ്ണ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കടല ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുവാണ്. കുക്കറിൽ വെച്ചിട്ട് വേവിച്ച് വെച്ചു. പാകത്തിന് വേവിച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല സോഫ്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇത് 1 കപ്പ് കടലയാണ്. എൻ്റെ ഒരു 240 ml കപ്പിൽ 1 കപ്പ് കടല വെള്ളത്തിൽ കുതിർത്ത, ഒരു തലേദിവസം വെള്ളത്തിയിട്ട് കുതിർക്കുകയാണെങ്കിൽ അങ്ങനെ 6 to 8 hours കുതിർത്തിട്ട് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 2-3 വിസിൽ അത്രേ ഉള്ളൂ. എന്നിട്ട് ഊറ്റി വെച്ചിരിക്കുന്നു. എണ്ണ ചൂടായി. ഇത് നല്ല ജീരകം, ഇതൊരു 1/4 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇട്ടത്. ഒരു ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടും നല്ല ജീരകം ചേർക്കുകയാണെങ്കിൽ. ഇത് പട്ട, കുറുമ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പട്ടയുടെ ചെറിയ കുറച്ച് കഷ്ണം, പിന്നെ ബേ ലീഫ്. നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് സവാള. ഉള്ളിയുടെ കളറെല്ലാം മാറാൻ തുടങ്ങുന്നു. ഒരു ഗോൾഡൻ ബ്രൗണായി തുടങ്ങി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചുരുങ്ങി വരുന്നുണ്ടോ, കുറേ ക്വാണ്ടിറ്റിയും കുറഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഇത് പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി, തൈരിലാണ് നമ്മൾ അരച്ച്. ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി ആ തൈരൊക്കെ വറ്റും. എന്നിട്ട് എണ്ണ തെളിയുന്നൊരു സ്റ്റേജിലേക്ക് വരും. പെട്ടെന്ന് തന്നെ ആകും. ഇത് പച്ചച്ചുവ മാറി നല്ല ഒരു മൂത്ത മണമൊക്കെ വരും. ഓയിൽ ഫ്ലോട്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി ഒരുപാട് വേണ്ട, പച്ചമുളകിൻ്റെ എരിവാണിതിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത്. മുളക് പൊടി ഇത് ഒരുപാടങ്ങ് യെല്ലോയിഷായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഇങ്ങനെ വറ്റിയിട്ടാണ് അത് മൊരിഞ്ഞ് വരുന്നത്. അത്യാവശ്യം മൂത്ത ആ പച്ചച്ചുവയൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മുളകിൻ്റെ പൊടി. ഒരു ഭയങ്കര യെല്ലോ കളറാകാണ്ട് ഒരു ചെറിയൊരു ഡിഫറൻസായിട്ട് കിട്ടും. ഇതെല്ലാം പെട്ടെന്ന് തന്നെ പച്ചച്ചുവ മാറും. നല്ല ചൂടായി കിടക്കുന്ന പാത്രമായതുകൊണ്ട് ഫാസ്റ്റ്. മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം മൂത്തു. ഇതിലേക്ക് കുറച്ച് വെള്ളം. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഓക്കെ, ഒരു 1/2 കപ്പ് വെള്ളം കൂടി. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. വേവിച്ച കടല ഒരു തിളയും കൂടി വന്നോട്ടെ. തിള പൊട്ടി തുടങ്ങി. 1 കപ്പ് കടല അളന്ന് കുതിർത്ത് വേവിച്ചെടുത്താണ്. അപ്പോൾ ക്വാണ്ടിറ്റി കൂടും. അതായത് കുതിർന്ന് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി മാറുമല്ലോ. ഉപ്പിട്ടാണ് വേവിച്ചത്, എങ്കിലും ഗ്രേവിയിൽ ഉപ്പ് വേണമല്ലോ. കുറച്ച് ഉപ്പൊക്കെ ഇടയ്ക്ക് നമ്മൾ സവാളയിൽ ചേർത്തു, എന്നാലും ഇനി ചേർക്കാം. കടലയ്ക്ക് ഉള്ളിൽ പിടിക്കാനാണ് കടലയിൽ ചേർത്ത് വേവിക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടി ചേർക്കാം. കുറച്ചുകൂടി ഈ ഗ്രേവിയിൽ ഇടുന്നത് കുറച്ചുകൂടെ ഒന്ന് വേകട്ടെ. ഒരു 5 മുതൽ 7 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചാൽ മതി. ഇനി ഇത് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ്, കാഷ്യൂ ആൻഡ് തേങ്ങ. മോളെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തിക്കാകും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നല്ല കുറുകി വരും. അപ്പോൾ കുറുമ ഈസ് ഓൾമോസ്റ്റ് റെഡി എന്ന് തന്നെ പറയാം. പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ടാണ് ഈ തേങ്ങയും കാഷ്യൂനട്ടും അരച്ചപ്പോൾ ഒരു മസാലയുടെ ടേസ്റ്റ് എക്സ്ട്രാ വരും. നമ്മൾ ഗരം മസാല പൊടിയൊന്നും ചേർത്തിട്ടില്ല. ആദ്യം കുറച്ച് പട്ട, ബേ ലീഫ്, ഇപ്പോൾ ഇതിൽ പെരിഞ്ചീരകം. അപ്പോൾ നമ്മുടെ കുറുമ
കടല കുറുമ കുറുകി കഴിഞ്ഞു. ഓക്കെ, ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചപ്പോൾ തന്നെ നല്ല തിക്കായിട്ടൊരു കൺസിസ്റ്റൻസി ആയി. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടി ഇടാം. ഇങ്ങനെ ചെറിയ തീ കിടക്കട്ടെ. ഇതാണിപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി ഇത് കുറച്ചുകൂടെ ലൂസാക്കണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇത്ര മതിയാകും. ഒരല്പം ഉപ്പിൻ്റെ കുറവും കൂടിയുണ്ട്, അതും കൂടി ചേർക്കാം. ഉപ്പൊക്കെ ഉണ്ട് എങ്കിലും ഇച്ചിരി ലാസ്റ്റ് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ കടലക്കുറുമ റെഡി. അങ്ങനെ ടേസ്റ്റി കുറുമ റെഡിയായി കഴിഞ്ഞാൽ ഫുട്ബോളെ ഞാൻ തിരിച്ചവിടെ കൊണ്ട് വിട്ടിട്ട് വരികയാണ്. കിച്ചണിൽ നിന്നും മാറുന്നില്ല. ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആളെ എത്തിയിരിക്കും. ഇത് നോക്കിയാൽ സ്ഥലത്തുണ്ടെങ്കിൽ വരും. പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇതാണ് കൺസിസ്റ്റൻസി, കാണുന്നുണ്ടല്ലോ, നല്ല കുറുകിയ ചാറ്. ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് മല്ലിയില എൻ്റെ മുകളിലായിട്ടിട്ട് കൊടുക്കാം. ഫ്രഷ്. യെസ്, ഇത് മതി. എല്ലാം റെഡി. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കടലക്കുറുമ അഥവാ ചന്ന കുറുമ ഈസ് റെഡി. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ച് എക്സ്പെൻസീവാണ്, അണ്ടിപ്പരിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ വേവിച്ച കടലിൽ നിന്നും കുറച്ചെടുത്തിട്ട് തേങ്ങയുടെ കൂടെ അരച്ച് ചേർത്താലും മതി. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കുറച്ചുകൂടി സ്പൈസ്, എന്താ പറയുക, കുറച്ചുകൂടി ഒരു ഫ്ലേവർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ, ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി പൗഡറും കൂടി ചേർത്താലും ഗംഭീരമായിരിക്കും. ഓക്കെ, കുറുമ വേറെ ലെവലിലേക്ക് പോകും. ഞാനൊന്നും ചേർത്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി മാവ് അപ്പോഴേ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇൻസ്റ്റൻറ്റ് ബട്ടൂരയാണ്. വെറുതെ ഈ കറിയുടെ സമയത്ത് ഞാൻ മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നല്ല സോഫ്റ്റ് ഡോ ആയിട്ടിരിക്കുന്നു. ഇനി അടുപ്പ് കത്തിച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഇനി പരത്തി തുടങ്ങാം. അപ്പോൾ ചെറിയ ബട്ടൂര വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വലുതാണെങ്കിൽ അങ്ങനെ. ഇന്ന് ഞാൻ കുറച്ച് വലുതായിട്ട് ചേർന്ന് മേടിച്ചു. ലാസ്റ്റ് ടൈം നമ്മൾ പൂരി കുട്ടി കുട്ടി പൂരിയെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ബട്ടൂര നമുക്ക് വലിയ ബട്ടൂരയാക്കാം. ബിഗ് ബട്ടൂരാസ്. മാവ് നോക്കിയേ, വെരി സോഫ്റ്റ്, കയ്യിലൊന്നും ഇട്ടില്ല, നല്ല നീറ്റ്. പരത്താൻ വേണമെങ്കിൽ ഒരല്പം മൈദ മാവ് മാറ്റി വെച്ചിട്ട് അതിലിങ്ങനെ ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്യാം. ഇതിൽ നിന്നും ഉരുളകളെടുത്തിട്ട് പരത്താം. ഉരുളകളെടുക്കുക, ഒരല്പം ഒന്ന് റോൾ ചെയ്യും. ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. ബട്ടൂര എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഓക്കെ, ഇത് വരണം. അപ്പോൾ തീ ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ്, എണ്ണ ചൂടാകാനായിട്ട്. അപ്പോൾ അതൊക്കെ ചൂടാകട്ടെ. ഇത് ഇൻസ്റ്റൻറ്റ് ബട്ടൂരയാണ്. വെച്ച് കുറേ നേരം മാവ് കുഴച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്ന അത്രയും സമയം വെച്ചു എന്നേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു കറി ഉണ്ടാക്കൽ. ബട്ടൂരാസ് എല്ലാം പരത്തി കഴിഞ്ഞു, എണ്ണയും ചൂടായി. തുടങ്ങാം. നല്ല പഫപ്പ് ചെയ്ത് വരുന്നത് നോക്കി ബട്ടൂരാസ്. ഫുൾ കോമളയായി. അത്യാവശ്യം വലിപ്പത്തിന് തന്നെ ചെയ്തിരിക്കുന്നത് ബട്ടൂര. സ്പീക്ക് പാകത്തിന് മുരിച്ചിട്ട് എടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ വരുമ്പോൾ ഈ സൈഡ് ഇങ്ങനെ ചെറുതായി കളർ മാറിയിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ബട്ടൂര ഐസ് റെഡി എന്ന് തന്നെ പറയാം. ഓക്കെ, നല്ല ചെറിയൊരു കരികരിപ്പുണ്ടാവും. കാര്യം നമ്മൾ റവ കൂടി ചേർത്തല്ലേ, ആ ഒരു ടേസ്റ്റിൽ തന്നെ വരും. സോഫ്റ്റ് ആൻഡ് ക്രിസ്പി എന്ന് പറയാം.
എണ്ണയൊന്നും കുടിക്കില്ല. ആവി പറക്കുന്ന ബട്ടൂര. ഇനി അടുത്ത ബട്ടൂര. എണ്ണ നല്ല ചൂടായിരിക്കണം. അതിങ്ങനെ എണ്ണ കോരി കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പഫപ്പ് ചെയ്യും. തിരിച്ചിട്ടിട്ടും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തണം. ഒരുപാട് ചപ്പാത്തി പോലെ അത്രയും തന്നെ അല്ല, ഇച്ചിരി കൂടെ കട്ടി വേണം. ഈ പൂരിയാണെങ്കിലും അങ്ങനെ തന്നെ ഇച്ചിരി കട്ടി വേണം. നല്ല പുള്ളി വരുന്നുണ്ട് നമ്മുടെ ബട്ടൂരാസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇൻസ്റ്റൻറ്റ് ബട്ടൂരയാണ്. നമ്മളിങ്ങനെ വെച്ചേക്കേണ്ട ആവശ്യമൊന്നും. നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ബട്ടൂര ഉണ്ടാക്കി തുടങ്ങാം. 15 to 20 minutes. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. എത്ര മൊരിയണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഓക്കേ, അത് മതി. യെസ്. അപ്പോൾ ഇതുപോലത്തെ ബട്ടൂരാണെങ്കിൽ ഒരു 2 എണ്ണത്തിൽ കൂടുതൽ ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. നല്ല സൈസുണ്ട്. അതൊരു കട്ടോരി നിറച്ച് കടലയും കൂടി ആകുമ്പോൾ പിന്നെ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് വെച്ചാൽ മതി. ഒരു നാരങ്ങയും കൂടി കട്ട് ചെയ്ത് വെച്ചാൽ, വേണമെങ്കിൽ 2 പച്ചമുളകും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ, പിന്നെ ഒരു അച്ചാർ എക്സ്ട്രാ വേണമെങ്കിൽ വയ്ക്കാം. ആവി പറക്കുന്ന ബട്ടൂരാസ്. ഹോട്ട്. അതിൻ്റെ കോമള അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ, മാറിയിട്ടില്ല. എണ്ണയിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ഞാൻ ഇച്ചിരി കെയർലെസ്സാണ്. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി, പക്ഷെ അപ്പോൾ തന്നെ ഞാൻ അതിന് മരുന്ന് പുരട്ടി പോവുകയും ചെയ്തു, രക്ഷപ്പെട്ടു. യെസ്, ഫുൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് കളർ വേണ്ടത്. ഈ ഒരു കളർ വരുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. 2 സൈഡും ഏതാണ്ട് ഈ ഒരു കളർ. അപ്പോൾ ഈ അളവിൽ നിന്നും ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന സൈസിലുള്ള ബട്ടൂരാസ് 6 എണ്ണമാണ് കിട്ടുന്നത്. ഇപ്പോൾ 2 എണ്ണം കഴിക്കുമ്പോൾ വേറെ നിറയാണെങ്കിൽ 3 പേർക്ക് കഴിക്കാം. അതല്ല 3 വെച്ച് കഴിക്കുന്നവരാണെങ്കിൽ 2 പേർക്ക് കഴിക്കാം. ഞാൻ സ്മോൾ ക്വാണ്ടിറ്റി 2 കപ്പ് മാവിലല്ലേ ചെയ്തേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ വിചാരിക്കാം. ഓക്കെ, പെട്ടെന്ന് ഉണ്ടാക്കാം. കറി കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഒരു 2 പേർക്കുള്ളതല്ല, ഒരു 6 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്രയും കറിയുണ്ട്. കുറുമ അത് എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാമല്ലോ. ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ്. കുറുമ ഇസ് ഗുഡ്. അങ്ങനെ നല്ല ചൂട് ബട്ടൂരാസ് ആർ റെഡി. ഓക്കെ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, സോഫ്റ്റാണ്, നല്ല പഫപ്പ് ചെയ്തിട്ടുണ്ട്, എണ്ണ കുടിച്ചിട്ടില്ല, ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചൂട് ബട്ടൂരാസ് റെഡി. നല്ല അടിപൊളി ചൂട് മാറാത്ത ചെന്ന കുറുമയും റെഡി. ഇനി കാണിക്കാം. ഓക്കെ, യെസ്, നല്ല കുറുമയും കൂട്ടി എങ്ങനെ കഴിക്കാം. ഉള്ളിൽ പൊള്ളയാണ്, കാണുന്നുണ്ടല്ലോ, നല്ല പഫപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സോഫ്റ്റ് ആൻഡ് അതേസമയം കരികരിപ്പും ഉണ്ട്. നമ്മൾ ആ റവയൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്. എടുക്കുന്നു, നിറച്ചെടുക്കുന്നു, കഴിക്കട്ടെ. ചൂട് ബട്ടൂര. ആഹാ, സൂപ്പർ കോമ്പിനേഷനാണ്. ഇത് 2 എണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ, ഹെവിയാണ്. അപ്പോൾ 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. 2 ബട്ട് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നാലും വലിയ ബട്ടൂരാണെങ്കിൽ ചിലപ്പോൾ ഇതിലും വലിയ ബട്ടൂരാണെങ്കിൽ 1 എണ്ണേ കിട്ടുള്ളൂ. ഈ ടൈപ്പൊക്കെ ആണെങ്കിൽ 2 എണ്ണം അല്ലേ തരുന്നത് ഒരു താലത്തിൽ. അതുപോലെ സവാള മിസ്സിങ്, റോ സവാള. അങ്ങനെ ഒരു അടിപൊളി
ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ആണെങ്കിൽ ഡിന്നർ, എങ്ങനെയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈസി, ഇതൊരു ഇൻസ്റ്റൻറ്റ് ഈസി ഭട്ടൂര, സിമ്പിൾ, ആർക്കും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കടലക്കുറുമയും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കടലക്കുറുമയിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നത് കസൂരി മേത്തി ആഡ് ചെയ്താലും നല്ലതായിരിക്കും അഡീഷണലായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.